ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഒരു കറന്റ് എനർജി എന്താണ്, ഇപ്പോഴത്തെ നിങ്ങളുടെ കറന്റ് തോട്ട്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്, എന്തെങ്കിലും സന്തോഷകരമായ മാറ്റങ്ങൾ, എന്തെങ്കിലും ഒരു ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു പയൽ റീഡിംഗ് ആണ്. ഞാനിവിടെ 2 പയൽസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഒരു 10 ടൈംസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു പയൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു പയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റീഡിംഗ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പൈൽ 1 സെലക്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈൽ 2 കൂടെ കേട്ട് നോക്കുക. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ലൈഫിന്റെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്, അതോടൊപ്പം തന്നെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ടും ചിന്തിക്കുക. നിങ്ങളുടെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന, നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ എല്ലാം കുറിച്ച് പോസിറ്റീവ് ആയിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 2 പൈൽസ് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പൈൽ എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് കളർ ലവ് ആണ്. അതാണ് പൈൽ നമ്പർ 1 എന്ന് പറയുന്നത്. പൈൽ നമ്പർ 2 എന്ന് പറയുന്നത് റെഡ് കളർ റോസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 എന്നുള്ള രീതിയിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ വെച്ചിട്ട് എടുക്കാം. പിങ്ക് കളർ, റെഡ് കളർ അങ്ങനെ നോക്കാം. ഇല്ല അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലവ്, റോസ് ഫ്ലവർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പൈൽ 1 സെലക്ട് ചെയ്തവർക്കായിട്ടുള്ള റീഡിംഗ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യമേ തന്നെ നോക്കിയത് പൈൽ 1 ആയിട്ടുള്ള പിങ്ക് കളർ ലവ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ഒരു കറന്റ് എനർജി, കറന്റ് തോട്ട്സ്, അതുപോലെ തന്നെ അവരുടെ ലൈഫിലേക്ക് വരാനുള്ള മാറ്റങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വൈകാരികമായിട്ടുള്ള ഒരു എനർജി ലെവൽ ഇവിടെ കൂടിയാണ് നമുക്ക് കാണുന്നത്. നിങ്ങളൊരു പേഴ്സണെ, നിങ്ങൾ ഏതോ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെയധികം അട്രാക്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾ ഏതോ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പൈൽ 1 സെലക്ട് ചെയ്ത വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. നിങ്ങളുടെ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു വഴക്ക്, പ്രശ്നം, നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ്. നിങ്ങൾ ആ ഒരു പേഴ്സണെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു കറന്റ് തോട്ട്സ്, എനർജി എന്നുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വേദനകൾ സഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്നേഹബന്ധത്തിൽ ഉണ്ടായ വിള്ളലുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു അകൽച്ചയുടെ ഭാഗമായിട്ട് നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് വളരെയധികം വേദന സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികളാണ്. ഈ ഒരു കാര്യത്തിന് മേൽ ഒരു മാറ്റം വരണം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊരു ദൃഢനിശ്ചയം എടുത്തതുപോലെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്
എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളായിട്ട് തന്നെയാണ് നിങ്ങളെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ അവരെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്ന് മാറിയ ഒരു സമയത്ത് നമുക്ക് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ പല വ്യക്തികളും സ്വയം അവനവനെ തന്നെ സ്നേഹിച്ച് നിങ്ങളൊരു സെൽഫ് ലവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു കരിയർ, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളിലേക്കെല്ലാം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ഒരു വിജയിച്ച് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഇതുവരെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിച്ചിട്ട് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് അകന്നു നിന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വിഷമം നിങ്ങൾക്കുള്ളിൽ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കുറച്ചധികം ശ്രദ്ധ കൊടുത്തിട്ട് നിങ്ങളൊന്ന് സെറ്റ് ആയിട്ട് ലൈഫിൽ നിങ്ങളൊന്ന് കരിയറിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഫോക്കസ് എല്ലാം ചെയ്ത് നിങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഓക്കെ. ആ ഒരു അവസ്ഥയിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരണം എന്നാണ്. അപ്പൊ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം പെയിൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ അതൊന്നും പുറത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. നിങ്ങളൊരു സ്ട്രോങ് വുമൺ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മെൻ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മറ്റുള്ളവരോട് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ തോട്ട്സിൽ എല്ലാം തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട്. മറ്റാരും അറിയാതെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാം നേടി, നിങ്ങൾ ഒരു കരിയറിൽ എല്ലാം നിങ്ങൾ ഒരു ഉയർന്ന ലെവലിൽ എത്തി എങ്കിൽ പോലും നിങ്ങൾ തീർത്തും ഒറ്റക്കാണ്. ആ ഒരു വേദന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദന തന്നെയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഇതൊന്നും കാണിക്കുന്നില്ല എങ്കിൽ പോലും ഒറ്റപ്പെടൽ എന്നുള്ളൊരു വേദന നിങ്ങളെ പലപ്പോഴും തളർത്തി കളയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ തന്നെയാണ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രതീക്ഷ, hope ആണ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അത് നിങ്ങൾക്കൊരു ഉറച്ച വിശ്വാസമുള്ളതായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സംഭവിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ എല്ലാം തന്നെ ഈ ഒരു യൂണിവേഴ്സിൽ സമർപ്പിച്ച് നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. അത്രത്തോളം നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്യൂൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും എന്ത് ഫൈറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നേടാനായിട്ട് നന്മയുടേതായ ഏതൊരു വഴിയും തിരഞ്ഞെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നന്മയുടേതെന്ന് പറയാനായിട്ട് കാരണം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോഴ്സ് ആണ് എനർജി വന്നിരിക്കുന്നത്. അവരുടെ ക്യൂൻ കൂടിയായിട്ടാണ് നമുക്ക് കാണുന്നത്. സത്യത്തിന് വേണ്ടിയിട്ട് മാത്രം പൊരുതുന്ന ഒരു വനിത അല്ലെങ്കിൽ ഒരു ഇവിടെ വനിത എന്ന് പറഞ്ഞെങ്കിൽ പോലും നിങ്ങളിപ്പോ കാണുന്ന ആൾക്കാര് ആരാണോ woman ആണോ men ആണോ എന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കാവുന്നതാണ്. okay. അപ്പോൾ സത്യത്തിന് വേണ്ടിയിട്ട് പൊരുതിയിട്ട് ആ ഒരു നന്മ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു തിന്മയ്ക്കെതിരെ നിങ്ങൾ നന്മയുടെ വിജയം കൈവരിക്കാനായിട്ട് തന്നെ തയ്യാറായി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷങ്ങൾ കടന്നു വരാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ലൈഫ് നിങ്ങൾ ആ ഒരു പേഴ്സന്റെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയും ഒരുമിച്ചിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒരു ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ അങ്ങനെ എല്ലാ രീതിക്കും സ്നേഹം നിറഞ്ഞ ഒരു കുടുംബ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു പ്രപഞ്ചം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് തരാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് മാറി നിൽക്കുന്ന ആ ഒരു ടൈമിൽ മറ്റു പല ആൾക്കാരും ചിലപ്പോൾ ഒരു വിവാഹാഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു പ്രണയാഭ്യർത്ഥനയായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. നിങ്ങളൊരു ദൃഢനിശ്ചയം എടുത്തു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് പോയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അതിലൊരു സക്സസ് നേടി. പക്ഷെ എങ്കിലും ഈ ഒരു പേഴ്സന്റെ ഒരു എന്താ പറയാ ഒരു
ആബ്സെൻസ് അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. പക്ഷെ ആ ഒരു പൊസിഷനിലേക്ക് മറ്റൊരു വ്യക്തികളെയും നിങ്ങൾ അടുപ്പിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഇവരുടെ സ്ഥാനത്ത് ഇവരെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഴങ്ങളിൽ പതിഞ്ഞു പോയൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവരെ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം ഉടനെ തന്നെ സംഭവിക്കുന്നതാണ്. ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. സന്തോഷകരമായ ഒരു പുതിയ തുടക്കം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം ആ ഒരു പേഴ്സണുമായിട്ട് ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ആ ഒരു വ്യക്തി ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. കാരണം ആ ഒരു വ്യക്തിനെ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ രീതിക്കും നിങ്ങൾ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യൂണിവേഴ്സ് തിരിച്ചറിയുന്നു എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി വരുന്നതാണ്. കാരണം നിങ്ങൾ ഒന്നിക്കുക എന്നുള്ളത് ഈ ഒരു യൂണിവേഴ്സിന്റെ പ്രപഞ്ചത്തിന്റെ തീരുമാനമാണ്. അപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കുവാൻ വേണ്ടി പോകുന്നു എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് മേൽ നിങ്ങൾ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഒരു ജോബ്, കരിയർ, ആ ഒരു രീതി, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു എന്താ പറയാ വലിയൊരു എയിം തന്നെയായിരുന്നു നിങ്ങൾക്ക്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം. ആ ഒരു സന്തോഷം നിങ്ങൾ പലപ്പോഴും മാനിഫെസ്റ്റേഷനിലൂടെ അനുഭവിച്ച് നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നതാണ്. ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ആ ഒരു പേഴ്സൺ ഉടനെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നു. നമുക്കിവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു പേഴ്സണെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണോ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കും എന്ന് പറയുന്ന ഒരു കാർഡ് കൂടിയാണിത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമൃദ്ധിയും എല്ലാം സൺ ഗാർഡ് ആണ് വന്നിരിക്കുന്നത്. ഒരു സൂര്യന്റെ തെളിച്ചം പോലെ, ആ ഒരു പ്രകാശം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു വരുന്നു. നിങ്ങൾ തമ്മിൽ ഒരു സന്തോഷകരമായ ജീവിതം ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നു. നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഒരു ലൈഫിന്റെ പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ്, വൈകാരികമായി നമുക്കിവിടെ കൂടുതലും കപ്പ് എനർജി കിട്ടിയിട്ടുണ്ട്. വൈകാരികമായ ഒരു ജീവിതത്തെ കുറിച്ച് തന്നെയാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ ഒരു പൈൽ 1 സെലക്ട് ചെയ്ത വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണറുമായിട്ടുള്ള ഒരു ജീവിതം തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ആ ഒരു കാര്യത്തിന് മേൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സൺ ഗാർഡ് ആണ്. നിങ്ങൾക്ക് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിനുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കിടയിൽ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണിനും വ്യക്തിപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണിത്. അപ്പൊ നിങ്ങളുടെ കാര്യത്തില് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡുകൾ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഇത്രത്തോളം ദുരിതങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ച വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത്. ഒറ്റപ്പെടൽ, വേദന എല്ലാം നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തികളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണുമായിട്ട് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷങ്ങളാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എനർജിയാണ് നമുക്ക് ഒരു പൈൽ 1 സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഏഞ്ചൽസിന്റെ ഒരു ഗൈഡൻസ് കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. സക്സസ് എന്നാണ് ട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷമാവസ്ഥകളെല്ലാം തന്നെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണിത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സക്സസ് തന്നെയാണ് വരാനിരിക്കുന്നത് എന്നാണ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പൈൽ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പൈൽ 2 സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് പൈൽ നമ്പർ 2 ആയിട്ടുള്ള റെഡ് റോസ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു കറന്റ് എനർജി, കറന്റ് തോട്ട്സ് എന്താണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്ന ഒരു സന്തോഷകരമായ ഭാഗ്യാനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം
നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് പയലായ റെഡ് കളർ റോസ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഒരു കറന്റ് എനർജി, തോട്ട്സ്, കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കുമ്പോഴേക്കും കാണാനായിട്ട് സാധിക്കുന്നത് കൂടുതലായിട്ടും ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ, സ്നേഹത്തിന്റെ കാര്യങ്ങളിലും ഇവിടെ നഷ്ടം വന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്നേഹബന്ധത്തിലെ നഷ്ടവും നമുക്കിവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ഫിനാൻഷ്യലി, സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഒരുപാട് നഷ്ടം വന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവാതെ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. ജീവിതത്തിന് വേണ്ടിയിട്ട്, മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് വളരെയധികം പോരാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നിങ്ങളെ പറ്റിച്ചിട്ട് കുറെ വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് സാമ്പത്തികം, പണം, കാര്യങ്ങളെല്ലാം, പണം, സ്വർണം എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ സമ്പത്തെല്ലാം മറ്റൊരു വ്യക്തികൾ നിങ്ങളിൽ നിന്ന് അപഹരിച്ച് പോയൊരവസ്ഥ, ഒരുപാട് നഷ്ടങ്ങൾ, എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഉയർച്ചയില്ലാത്ത ഒരു അവസ്ഥ, ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ആദ്യമേ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ജീവിതത്തോട് പടപൊരുതുന്ന വ്യക്തികൾ. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു വഴിയും ഇല്ലാതെ ഒരുപാട് കടം, കാര്യങ്ങളെല്ലാം കേറി നിന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത ഒരവസ്ഥ. എന്ത് റിസ്ക് എടുത്തിട്ടും ജീവിതത്തിൽ വിജയിക്കണം, അല്ലെങ്കിൽ സമ്പത്ത് വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തികളെ തന്നെയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു സമ്പത്ത് കാര്യങ്ങളിലൊക്കെ ഒത്തിരി നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തന്നെ പോയിരിക്കുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ കാരണമായിട്ട് ഇവിടെ കാണുന്നത് തന്നെ നിങ്ങളുടെ ഒരു സാമ്പത്തികമായിട്ട് വളരെ നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സമ്പത്ത്, നിങ്ങളുടെ ആരോഗ്യം, അതുപോലെ ഇവിടുത്തെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എല്ലാവരോടും ഒരു വഴക്ക്, പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും സാധിക്കുന്നില്ല. അത്രത്തോളം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതത്തിലേക്ക് രക്ഷപ്പെടണം, ജീവിതത്തിന് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ, ഒരു ദിവസം കഴിഞ്ഞ് പോകണമെങ്കിൽ പോലും പല വ്യക്തികളെയും കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പോലും ഒരു വഴിയില്ലാതെ നിൽക്കുന്ന വ്യക്തികളുണ്ട്. മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ, അങ്ങനെയാ കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾ, പല വ്യക്തികൾ, 5 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ പല നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾ പോലും നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ആ ഒരു വ്യക്തികളുടെ ഇടയിൽ നിന്നും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും കരുതിയില്ല ഈ ഒരു വ്യക്തികൾ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു വരും, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്യും. നിങ്ങളൊരു വിശ്വാസത്തിന്റെ പേരിൽ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായമോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത വ്യക്തികൾ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക സഹായം സ്വീകരിക്കുന്ന സമയത്ത് ഇവർ നിങ്ങളോട് ഭയങ്കരമായിട്ട് സ്നേഹത്തോടു കൂടി നിന്നു. പക്ഷെ സമ്പത്ത് കാര്യങ്ങളെല്ലാം ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ നിങ്ങളത് തിരിച്ചു ചോദിക്കുന്ന സമയമൊക്കെ വരുമ്പോൾ ഈ ഒരു വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വഴക്ക്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക ആണ് ചെയ്തത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊന്നും, നിങ്ങളുടെ ആ ഒരു പണമൊന്നും നിങ്ങൾക്ക് തിരിച്ചു തന്നതുമില്ല. അതിന്റെ പേരിൽ ഈ ഒരു പേഴ്സണുമായിട്ട്, ഈ ഒരു വ്യക്തികളുമായിട്ട് നിങ്ങൾ ഒരുപാട് വഴക്ക്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതിന്റെ പേരിൽ 9 ഓഫ് swords ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. മാനസികമായിട്ട് തകർന്നു പോയ വ്യക്തികൾ, തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു നിങ്ങൾ. നിങ്ങളൊരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് വളരെയധികം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ജീവിതത്തിൽ വേണം. കാരണം നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചതിന്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തികളാണ്. അതിന്റെ പേരിൽ നിങ്ങളുടെ ഫാമിലി പോലും നിങ്ങളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളുടെ നല്ല മനസ്സിന്റെ ആയിരിക്കാം നിങ്ങൾ പലവർക്കും ഒരു സഹായം എന്നുള്ള രീതിയിൽ ഒരുപാട് പണം, കാര്യങ്ങളൊക്കെ കൊടുത്തത്. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. തീർത്തും ഒറ്റപ്പെട്ടിരുന്നിട്ട് വളരെയധികം വേദനിക്കുന്നു. നിങ്ങളുടെ വിഷമങ്ങള്, വേദനകള് ഒന്നും പറയാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ. സ്നേഹിക്കുന്നവർ പോലും കൂടെ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഫാമിലി പോലും ഒരു ഒരു എന്താ പറയാ,
ഒരു ലിമിറ്റിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാത്തൊരു അവസ്ഥ, അങ്ങനെയാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അത്രത്തോളം വേദന സഹിക്കുന്ന ഒരു വ്യക്തികളെയാണ് എനിക്ക് സെക്കൻഡ് ബയലിൽ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഈ ജീവിതത്തിലേക്ക് വേണം, ഏതെങ്കിലും രീതിയിൽ ലൈഫിനെ ഒന്ന് രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ, ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ. പലപ്പോഴും നിങ്ങൾക്ക് ജീവിതം പോലും ഭാരമായിട്ട് തോന്നി തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. മുന്നോട്ടേക്ക് ഒന്നും പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു വഴി തെളിഞ്ഞ് കാണാതെ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ നിങ്ങളുടെ ഒരു എനർജി തോട്ട്സ് ഈ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജഡ്ജ്മെന്റ് ലഭിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളൊരു ജഡ്ജ്മെന്റിന് അർഹരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്നാണ് ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അർഹമായ ആ ഒരു പണം അല്ലെങ്കിൽ ആ ഒരു സമ്പത്ത്, നിങ്ങളിൽ നിന്ന് നഷ്ടമായ ആ ഒരു പണവും സമ്പത്തും എല്ലാം തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചെത്താനായിട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്നും പണം കടം വാങ്ങി പോയവർ, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറെ പണവുമായി പോയവർ, ചീറ്റ് ചെയ്തത് മാത്രമല്ല, നിങ്ങൾക്ക് പല വഴിയിലൂടെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ, നിങ്ങൾക്കൊരു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് പണം നഷ്ടം വന്നിട്ടുണ്ട്. പല വഴിയിലൂടെ നിങ്ങൾക്ക് എല്ലാ രീതിക്കും നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൈവറ്റ് ജോബോ എന്തോ ആയിരിക്കാം. അപ്പൊ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിൽ ഒരു വിജയം ഇല്ലാതിരുന്ന ഒരു അവസ്ഥ, അതുപോലെ നിങ്ങൾ ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി ഇതുവരെ ലഭിക്കാതെ നിൽക്കുന്ന അവസ്ഥയും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, ജോലിയിൽ നിന്നിട്ട് അതിൽ നിന്ന് ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ, അങ്ങനെ എല്ലാ രീതിക്കും നമുക്കിവിടെ വന്നിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു കരിയർ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അർഹമായ ഒരു ജഡ്ജ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട പണം നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് റിസ്ക് എടുത്തും ആ ഒരു ജോലിയിലേക്ക് തിരിഞ്ഞിട്ട് ആ ഒരു ജോബ് ഹണ്ടിലേക്ക് പോയിട്ട് നിങ്ങൾ ഒരുപാട് അതിനു വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അർഹമായ ഒരു ജോലി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട പണം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് അതിലൊരു വിജയം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, സൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇത്രയും നാൾ. പക്ഷെ നമുക്കിവിടെ കാണാം പുതുനാമ്പുകൾ മുളച്ചിരിക്കുന്നു. ഓക്കെ, ഈ ഒരു ചെടിയിൽ പുതുനാമ്പുകൾ മുളച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു ബിസിനസ് കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഈ ഒരു പ്രപഞ്ചം നിങ്ങൾക്ക് തരാനായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൊരു വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് തരാനായിട്ട് പോകുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വലിയ വലിയ മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. 10 ഓഫ് പെന്റക്കിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫാമിലി കാർഡ് എന്നതിനേക്കാൾ കൂടുതൽ, ഫാമിലി കാർഡുമാണ്, അതിനേക്കാൾ കൂടുതൽ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു വലിയ സമ്പത്ത് വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പൂർവിക സ്വത്ത് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ രീതിയിൽ ഒരു സമ്പത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ലോട്ടറി കാര്യങ്ങൾ, അതുപോലെയുള്ള ഒരു ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഒരു ഭാഗ്യം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നോ വലിയ കുറെ സമ്പത്ത് വരാൻ വേണ്ടി പോവുകയാണ്. സമ്പത്തിനോടൊപ്പം തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ ആയിരിക്കാം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു ബാഡ് കർമ്മയായിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ബാഡ് കർമ്മ ഫേസ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോശപ്പെട്ട സമയമാണ് ഇതുവരെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ആ ബാഡ് കർമ്മ അവിടെ നിന്ന് അവസാനിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തികൾ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തികൾ പോലും നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് അട്രാക്ട് ആവുന്ന സമയമാണ്. നിങ്ങളിലേക്ക് ഈ ഒരു സമ്പത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയും എല്ലാം തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇത്രത്തോളം നിങ്ങൾ വേദന സഹിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു പുനർജന്മമാണെന്നാണ് കാണിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു പുനർജന്മം സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ടും തീർത്തും ഒരു വ്യത്യസ്തമായ സ്റ്റേജിലേക്കാണ് നിങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത്.
നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത്, കാര്യങ്ങള്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത്, ഒരു ജോബ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതിയേക്കാൾ നല്ല ഒരു ജോബ് ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ജോബിലൂടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു വലിയ കരിയർ ഗ്രോത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക്, നഷ്ടപ്പെട്ട പണം കാത്തിരിക്കുന്നവർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ അവസ്ഥകളെല്ലാം തന്നെ മാറി നിങ്ങൾക്ക് ന്യായമായ ഒരു വിധിയാണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സ് തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കൊരു പുനർജന്മം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തികളെ പോലും ഈ ഒരു എന്താ പറയാ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അവർ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. എയ്റ്റ് ഓഫ് wands വന്നിട്ടുണ്ട് ഇവിടെ. എയ്റ്റ് ഓഫ് wands എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ പെട്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴായിരിക്കാം നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ലോട്ടറി അടിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു പണം കാര്യങ്ങളായിട്ട് പെട്ടെന്ന് ഒരു ദിവസമായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ആ ഒരു കർമ്മ നിങ്ങളുടെ ബാഡ് കർമ്മ നിങ്ങൾ അനുഭവിച്ച് തീർത്തു എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികൾക്ക് തിരിച്ചടിച്ച് ആ ഒരു ബാഡ് കർമ്മ അവിടെ ചെല്ലും. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു സമ്പത്ത് തിരിച്ചു കൊണ്ട് തരുന്നതാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറാനായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കൊരു പുനർജന്മം സംഭവിക്കാനായിട്ട് പോകുകയാണ് എന്നാണ് ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ഒരു കറന്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് വിഷമാവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. രക്ഷപ്പെടണം രക്ഷപ്പെടണം എന്നുള്ള തോട്ട്സ് ആണ് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു സമീപനം, okay, ആ ഒരു വ്യക്തികളുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ്, ഇതെല്ലാം തന്നെ ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. തീർത്തും ഒരു റീബർത്ത് സംഭവിക്കാൻ പോവുകയാണ്. okay, അപ്പൊ നിങ്ങൾക്ക് ഏഞ്ചൽസിന് തരാനുള്ള ഒരു മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യു ആർ റെഡി എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് തയ്യാറായിട്ട് ഇരുന്നോളൂ എന്നാണ് ഈ ഒരു സമയത്ത് ഏഞ്ചൽസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തയ്യാറായിട്ട് ഇരുന്നോളൂ, നിങ്ങൾക്കൊരു മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിക്കോളൂ. നെഗറ്റീവായിട്ട് നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ആയിട്ടുള്ള റെഡ് കളർ റോസ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത്, ഈ ഒരു രണ്ട് പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തരുന്നതാണ്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ. അപ്പോൾ നാളെ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.